ഹായ് ഫ്രണ്ട്സ്, ഓവനില്ലാതെ തന്നെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന മാർബിൾ കേക്കാണ് ഇന്ന് ചെയ്യുന്നത്. ഇതിനു വേണ്ടിയിട്ട് ആദ്യം ഈ ബൗളിലേക്ക് 1.5 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. 250 ml കപ്പാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കാം. ഇനി ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർക്കുകയാണ്. ഇനി ഒരു 1/4 ടീസ്പൂണിൻ്റെ പകുതി ഉപ്പ് ചേർക്കാം. ഇനി ഇത് നന്നായി മിക്സ് ചെയ്ത ശേഷം അങ്ങ് മാറ്റി വെക്കാം. ഇനി കൊക്കോ പൗഡർ മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര പൊടിച്ചത് ചേർക്കുകയാണ്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പാൽ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ബാറ്ററിലേക്ക് കൊക്കോ പൗഡർ ഇട്ട് മിക്സ് ചെയ്യുന്നതിനേക്കാളും നല്ലത് ആദ്യം തന്നെ ഇതേപോലെ ഒരു ബൗളിലേക്ക് കൊക്കോ പൗഡർ ഇട്ട് മിക്സ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഇനി വേറൊരു ബൗളെടുത്ത് അതിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിക്കാം. 2 വലിയ മുട്ടയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വനില എസൻസ് ചേർക്കാം. ഇനി ഒരു 1/4 കപ്പ് പൊടിച്ച പഞ്ചസാര ചേർക്കുകയാണ്. ഇതൊന്ന് നന്നായി ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1/3 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിക്കുകയാണ്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് ഇളം ചൂടുള്ള പാൽ ഒഴിക്കുകയാണ്. കേക്ക് നല്ല സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് ഇളം ചൂടുള്ള പാൽ ഒഴിക്കുന്നത്. ഇനി ഇത് നന്നായി മിക്സ് ചെയ്യാം. ഇനി ഒരു അരിപ്പ വെച്ച് മൈദ മിക്സ് 2-3 തവണയായി ഇട്ട് കൊടുത്ത് ഇത് മെല്ലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ബാക്കിയുള്ള മൈദ മിക്സ് കൂടി ഇട്ട് കൊടുത്ത ശേഷം ഇത് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ കേക്ക് ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പകുതിയോളം നമ്മൾ കൊക്കോ പൗഡർ മിക്സ് ചെയ്തിട്ടുള്ള ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കഴിഞ്ഞാൽ ഇതൊന്ന് മെല്ലെ മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. കേക്ക് ബേക്ക് ചെയ്യാനായിട്ട് 18 സെൻറ്റിമീറ്ററിൻ്റെ ട്രേ ആണ് എടുത്തിട്ടുള്ളത്. ഇതിൽ ഓയിൽ പുരട്ടിയിട്ട് ബേക്കിംഗ് പേപ്പർ വെച്ചതാണ്. ഇനി നമുക്ക് ഈ ട്രേയിലേക്ക് വനിലയുടെ ബാറ്ററും ചോക്ലേറ്റിൻ്റെ ബാറ്ററും കുറേശ്ശെയായിട്ട് മാറി മാറി ഒഴിച്ചു കൊടുക്കാം. രണ്ട് ബാറ്ററും മുഴുവനായിട്ട് ഒഴിച്ചു കഴിഞ്ഞാൽ മാർബിൾ ഡിസൈൻ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കൊരു സ്ക്യൂവറോ അല്ലെങ്കിൽ ടൂത്ത് പിക്കോ ഉപയോഗിച്ചിട്ട് ഇതേപോലെ ഒന്ന് വരഞ്ഞു കൊടുക്കാം. ഇനി ബബിൾസ് എല്ലാം പോവാനായിട്ട് ഇതൊന്ന് നന്നായി ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് പ്രീഹീറ്റ് ചെയ്തിട്ടുള്ള പാനിലേക്ക് വെക്കാം. 10 മിനിറ്റിലേറെ മീഡിയം ഫ്ലെയിമിൽ പ്രീഹീറ്റ് ചെയ്തിട്ടുള്ള പാനാണിത്. ഈ പാനിൽ ഒരു സ്റ്റാൻഡ് വെച്ചിട്ടുണ്ട്. അതിന് മുകളിലായിട്ടാണ് കേട്ടോ ബേക്കിംഗ് ട്രേ വെക്കുന്നത്. ബേക്ക് ചെയ്യാൻ വെക്കുന്ന പാനിൻ്റെ മൂടിക്ക് ഹോൾ ഉണ്ടെങ്കിൽ അതൊന്ന് അടച്ചു വെക്കാം. ഇനി ഈ പാൻ അടച്ച ശേഷം ഒരു 10 മിനിറ്റ് വരെ മീഡിയം ഫ്ലെയിമിൽ വെക്കാം. എന്നിട്ട് പിന്നെ ലോ ഫ്ലെയിമിലാക്കിയിട്ട് ഒരു 35 to 40 മിനിറ്റ് വരെ നമുക്ക് ഈ കേക്ക് ബേക്ക് ചെയ്തെടുക്കാം. ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് കേക്കിൻ്റെ നല്ല മണം വരികയാണെങ്കിൽ നമുക്കിതൊന്ന് തുറന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഇതൊരു 35 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. കേക്കിൻ്റെ നല്ല മണമൊക്കെ വരുന്നുണ്ട്. ഇനി ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഈ സ്റ്റിക്കിൽ ബാറ്റർ ഒന്നും പിടിക്കുന്നില്ല. കേക്ക് നല്ല ബേക്കായിട്ടുണ്ട്. ഇനി ഈ ട്രേ ഈ പാനിൽ നിന്ന് മാറ്റാം. ഈ കേക്ക് ചെറുതായി ഒന്ന് ചൂടാറിയ ശേഷം നമുക്ക് ഈ ട്രേയിൽ നിന്ന് ഡിമോൾഡ് ചെയ്യാം. ഇനി ബേക്കിംഗ് പേപ്പർ എല്ലാം ഒന്ന് മാറ്റി നമുക്ക് ഈ കേക്ക് ഒന്ന് കട്ട് ചെയ്ത് നോക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മാർബിൾ കേക്കാണ് കേട്ടോ ഇത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ.